ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആർക്കാടി ഇത്? മാഡത്തിന്. മാഡം? ഏത് മാഡം? നിന്റെയൊക്കെ മാഡം രമ അമ്മായി. അത് കഴിഞ്ഞ ഈ ഞാൻ. ഞങ്ങളുടെയൊക്കെ കാര്യം നോക്കാനാ നിന്നെയൊക്കെ ഇവിടെ നിർത്തിയിരിക്കുന്നെ, കേട്ടോ? എന്തൊക്കെ ക്രൂരതയാ കുട്ടി അനുഭവിക്കുന്നെ. എന്നാലും വല്ലാത്തൊരവസ്ഥയായി പോയി. കാത്തിരുന്ന് ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിച്ചിട്ട് ഇപ്പതേ രണ്ടിടത്ത്. എന്തിനാ ഈശ്വര പാവത്തുങ്ങൾ ഇങ്ങനെ പരീക്ഷിക്കുന്നേ? നീ അധികം ചൊറിയാതെ ഇവിടുന്ന് പോകും, ഉടനെ തന്നെ പോകും. ഞാനല്ല, നീ. ഇന്ന് തൊട്ട് നിനക്കിനി കഷ്ടകാല. ഇപ്പ ആ മുറിന്ന്, ഇനി അർജുനേട്ടന്റെ മനസ്സിന്ന്, അത് കഴിഞ്ഞ് ഈ വീട്ടിന്ന് തന്നെ. ആ മുറി എനിക്കുള്ളതാ, അയാളും. ഞാൻ എനിക്ക് വേണ്ടി കാലങ്ങളായി കാത്തുവെച്ച പട്ടുമെത്തയത്. ആ പട്ടുമെത്തയിൽ നീ ഉറങ്ങില്ല. തെണ്ടിത്തിരിഞ്ഞു വന്ന നിനക്ക് ഈ മുറിയിലല്ല, ഈ വീട്ടിൽ പോലും ആരും ഒരു സ്ഥാനവും തരാൻ പോണില്ല. നീ അർജുനേട്ടനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു നടക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ ശരിക്കും സ്നേഹിച്ചതാ, കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചതാ. ആ ആഗ്രഹം ഇപ്പൊ വാശിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അർജുനേട്ടനെ കിട്ടിയില്ലെങ്കിൽ മരിക്കാനിരുന്നവളാ ഞാൻ. പക്ഷെ ഇപ്പോ ഏട്ടന്റെ കൂടെ ജീവിച്ച് മരിക്കണമെന്നാ എന്റെ വാശി. ഏത് വിധേനയും ഞാനത് നേടിയെടുക്കും. ഭദ്രന്റെ മോള അനസൂയയായി പറയുന്നേ. കഴിഞ്ഞോ? നിന്റെ വീരവാദം കഴിഞ്ഞോന്ന്? നിന്റെ ഇത്ര നേരത്തെ വർത്താനത്തിന് ഒരടി ഞാൻ നിനക്ക് തരേണ്ടതാ. സ്വന്തം ഭർത്താവിനെ തട്ടിയെടുത്ത് കൂടെ ജീവിക്കണമെന്ന് നിന്നെ പോലെ ഒരുത്തി മുന്നിൽ നിന്ന് പറയുമ്പോ ഒരടിയിൽ കുറഞ്ഞതൊന്നും നീ അർഹിക്കുന്നില്ല മോളെ. നീ ഇത് കണ്ടോ? നീ അത്രമേൽ ആഗ്രഹിച്ച പുരുഷൻ എന്റെ കഴുത്തിൽ കെട്ടിയ താലിയാ ഇത്. നിന്റെ ഈ വർത്താനത്തിന് ഒരു അടി തരാൻ ദേ ഇതിന്റെ ബലം തന്നെ ധാരാളമാ. പക്ഷേ അത് ഞാൻ ഇപ്പൊ ചെയ്യാതെ നിൽക്കുന്നത്, അത് ചെയ്യേണ്ടതേ ദേ ഈ 4 ചുമരിന്റെ ഉള്ളിൽ വെച്ചല്ല, എല്ലാരുടെയും മുന്നിൽ വെച്ച് കിട്ടണം എനിക്ക് നിന്നെ. എന്നിട്ട് അന്ന് നീ എന്നെ തല്ലിയ പോലെ ഞാൻ നിന്നെ തിരിച്ചു തല്ലും. നിന്റെ പ്രവൃത്തിയും വർത്താനമൊക്കെ കേട്ടിട്ട് എന്റെ ആഗ്രഹം ഉടനെ നീ ആയിട്ട് നടത്തി തരുമെന്ന് തോന്നുന്നുണ്ട്. ആർക്കാടി ഇത്? മാഡത്തിന്. മാഡം? ഏത് മാഡം? നിന്റെയൊക്കെ മാഡം രമ അമ്മായി. അത് കഴിഞ്ഞ ഈ ഞാൻ. ഞങ്ങളുടെയൊക്കെ കാര്യം നോക്കാനാ നിന്നെയൊക്കെ ഇവിടെ നിർത്തിയിരിക്കുന്നെ, കേട്ടോ? ഈ മാഡത്തെ ഇവിടെ നിങ്ങളുടെ കൂട്ടത്തിലൊരാളായിട്ട് നിർത്തിയാ മതി. അതായത് വേലക്കാരി. ഒരു ജോലിക്കാരി കൂടെ ആയി, അത്രേ ഉള്ളൂ. അവളുടെ ഒരു മാഡം. ഹലോ മോളെ. ഹലോ അച്ഛാ. ഇന്ന് പകലൊന്നും വിളിക്കാൻ പറ്റിയില്ല, അത്രയ്ക്ക് പ്രശ്നങ്ങളായിരുന്നു ഇവിടെ. പ്രശ്നോ? എന്തുപറ്റി? ഐശ്വര്യ ഇപ്പോ അർജുന്റെ ഭാര്യ. നിന്റെ വാശിയും ദേഷ്യവും കാരണം അത് അങ്ങനെ അല്ലാതാവില്ല. ഇവിടെയും വിളിച്ച് അകത്തേക്ക് പോ.
ചേച്ചി എന്നുള്ള ആ പഴയ വിളി അറിയാതെ പോലും നിന്റെ നാവിൽ നിന്നും വരരുത്. മാഡം, അങ്ങനെ വേണം ഇനി മുതൽ നീ വിളിച്ചു ശീലിക്കാൻ. ഇവിടുന്ന് മറ്റെങ്ങോട്ടെങ്കിലും പോവാന്ന് കരുതിയ അത് ചന്ദ്രാമ്മയും മഹിയും ഒന്നും സമ്മതിക്കുന്നുമില്ല. ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല അച്ഛാ. തൽക്കാലം എങ്ങോട്ട് മാറുന്നതിനെ പറ്റി മോൾ ആലോചിക്കണ്ട. തുമ്പിയും നിങ്ങളും തമ്മിൽ ഒരു ബന്ധവും വേണ്ടെന്ന് അവള് പറഞ്ഞെങ്കിൽ പിന്നെ ഒരു ബന്ധവും നിങ്ങൾക്ക് അങ്ങോട്ടും വേണ്ട. ആ അത്യാർത്ഥിക്കാർക്ക് വരേണ്ടത് വരട്ടെ എന്ന് നിങ്ങളും ചിന്തിച്ചാൽ മതി. ദേ, അവളുടെ ഒരു കാര്യത്തിലും ഇടപെടാൻ പോണ്ടെന്ന് അച്ഛൻ മുമ്പ് നിന്നോട് പറഞ്ഞതല്ലേ? അങ്ങനെ തന്നെ ഇനിയും ജീവിച്ചാ മതി. ആ, ഒരു കണക്കിനും അത് തന്നെയാ നല്ലതും. അവള് വരുത്തി വെക്കുന്നതിനൊക്കെ നിങ്ങൾ ഉത്തരം പറയണ്ടല്ലോ. ആ, സ്വന്തവും ബന്ധവും എല്ലാം കളഞ്ഞ് അനാഥയായി ജീവിക്കുന്നതാണ് അവൾക്ക് ഇഷ്ടമെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ആ, പിന്നെ മോളെ, ഞാൻ നാട്ടിൽ വിളിച്ചിരുന്നു. മണിമാല തിരികെ അമ്പലത്തിലേക്ക് വെക്കാൻ കഴിയുമെന്നാ തോന്നുന്നേ. എല്ലാം ഉറപ്പായ ഞാൻ മോളെ വിളിച്ചു പറയാം. ശരി അച്ഛാ. ആ, എന്താണൊരു ഫോൺ വിളി? ഞാൻ വിളിക്കാം. ആ, എന്നാ ശരി മോളെ. എന്താണ് ഈ അർദ്ധരാത്രി ഒരു ഫോൺ വിളിയൊക്കെ? ഒളിച്ചോടാനുള്ള പ്ലാനാണോ? തനിക്ക് ഉറക്കവും ഇല്ലേ? അതെങ്ങനെ ഉറങ്ങും? ഞാൻ ഉറങ്ങുന്ന സമയത്ത് ചിലപ്പോ തനിക്ക് ഒളിച്ചോടാൻ തോന്നിയാലോ? താൻ കൂടുതലൊന്നും പറയണ്ട. ഞങ്ങൾ എങ്ങും പോണില്ല. ആ, അത് നന്നായി. അപ്പോ എന്റെ പ്രാർത്ഥന കേട്ടു. തന്റെ എല്ലാ പ്രാർത്ഥനകളും ഈശ്വരൻ കേൾക്കുന്നുണ്ടല്ലോ. അല്ല, ഞങ്ങള് പോവാതിരിക്കാൻ താൻ എന്തിനാ പ്രാർത്ഥിക്കുന്നേ? അതൊക്കെ വഴിയെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. എന്നാ മോൻ പോയി കിടന്ന് ഉറങ്ങ്. ആവശ്യമില്ലാത്ത സ്വപ്നങ്ങളൊന്നും കാണാതിരുന്നാ മതി. സ്വപ്നം കാണാൻ ഉറങ്ങേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഉം. വിവാഹത്തെ പറ്റിയൊക്കെ ഞാനും സ്വപ്നം കണ്ടു തുടങ്ങി. ആഹാ, കൊള്ളാലോ. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. സ്വപ്നത്തിലും പ്രശ്നോ? അതെന്ത് പ്രശ്നം? വിവാഹം കഴിക്കാനൊരു പെണ്ണില്ല. അത്രേ ഉള്ളോ? അത് വല്ല മാട്രിമോണിയിലും കൊടുത്താ പോരെ? ഹേ, അതൊന്നും ശരിയാവില്ല. അങ്ങനെ പരിചയമില്ലാത്തൊരു പെൺകുട്ടിയൊന്നും എനിക്ക് വേണ്ട. സ്നേഹിച്ച് പരസ്പരം മനസ്സിലാക്കി അങ്ങനെ 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 അങ്ങനെയാണെങ്കിലേ ഒരാളെ അങ്ങ് പ്രേമിക്കണം. അതെ, പ്രേമിക്കണം. തന്റെ അറിവിൽ ആരെങ്കിലും ഉണ്ടോ എനിക്ക് പറ്റുന്നേ? ഒരാളുണ്ട്. ആരാ? പറയട്ടെ? ചുമ്മാ പറയുന്നേ. അല്ലെങ്കിൽ വേണ്ട. വേണം, പറ. പറയട്ടെ? ഒടുവിലും താൻ എന്നോട് പിണങ്ങോ? ഒരിക്കലുമില്ല. സത്യം? സത്യം. അത് അത് ഈ വീട്ടിലെ റോബോട്ട്. അതാ ഞാൻ നോക്കിയിട്ട് തനിക്ക് പറ്റുന്നേ.